ശങ്കർ എന്ന് പറയുന്ന സംവിധായകൻ പറഞ്ഞു പറ്റിച്ച, കമൽഹാസൻ എന്ന് പറയുന്ന ഉലകനായകൻ പറഞ്ഞു പറ്റിച്ച ഇന്ത്യൻ 2 സിനിമയുടെ റിവ്യൂയിലേക്ക് പോകാം. Hereby awarding capital punishment to Mr. Veerasekharan Senapati. സിദ്ദിഖ് ഇന്ത്യൻ കണ്ടിറങ്ങും. ഇന്ത്യൻ 2 കണ്ടിറങ്ങുന്നു. എങ്ങനെയുണ്ടാവുന്ന? അയ്യോ അവസ്ഥ. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ചെറിയ ഇന്ത്യ എടുക്കാറുന്നില്ല. അയ്യോ ഹലോ, മൈ മൂവീസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഉലക നായകൻ കമൽഹാസൻ അഭിനയിച്ച ഇന്ത്യൻ 2 എന്ന സിനിമയുടെ ഒരു മനോഹരമായിട്ടുള്ള റിവ്യൂ ആണ്. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. കാര്യമുണ്ട്. ആദ്യം ഇന്ത്യൻ 2 സിനിമയുടെ പോസിറ്റീവ് റിവ്യൂ പറയാം, അതിനുശേഷമാവാം നെഗറ്റീവ് റിവ്യൂ. സിനിമ ഏകദേശം 3 മണിക്കൂർ അടുത്ത് ലെങ്ത്തുള്ള ഒരു സംഭവ ബഹുലമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. കമൽഹാസൻ ഇന്ത്യൻ 1 വിസ്മയിപ്പിച്ച് നമ്മളൊക്കെ ഞെട്ടിച്ച ആ താത്ത കഥാപാത്രവുമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ താത്ത എന്നറിയപ്പെടുന്ന ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ 2 മനോഹരമായിട്ടുള്ള മറ്റൊരു സ്റ്റോറിയിലേക്ക് വന്നൊരു സിനിമ കൂടിയാണ് ഇന്ത്യൻ 2. പക്ഷേ ഏറ്റില്ല, പടം പൊട്ടി. പോസിറ്റീവ് റിവ്യൂ എന്താണെന്ന് വെച്ചാൽ കമൽഹാസൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം നമ്മൾ കണക്കിലെടുക്കണം. രണ്ടാമത്തത്, അദ്ദേഹത്തിൻ്റെ ഈ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രങ്ങൾ, അത് അങ്ങനെ ഒരു ശൈലിയാണ്, അതിന് നമ്മൾ കയ്യടി കൊടുത്തേ പറ്റൂ. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിനും കയ്യടി കൊടുത്തേ പറ്റൂ. സാഹസികൾ നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി കാണാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ 2. പിന്നെ ഒരു പോസിറ്റീവ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയ ലെജൻഡ് നടന്മാർ ഒരാളാണ് നമ്മളെ മലയാള സിനിമയുടെ നെടുമുടി വേണു. അദ്ദേഹത്തെ AI ക്യാമറ വഴി വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു, കുറച്ചൊക്കെ നമുക്ക് അതിനെ, ഈ ടെക്നീഷ്യന്മാരൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിനെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും സാധാരണക്കാർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് AI ക്യാമറ വഴിയുള്ള മേക്കിംഗ്. അതിൽ നമ്മൾ വിവേകുണ്ട്, അതുപോലെ നമ്മളുടെ നെടുമുടി വേണുചേട്ടനുണ്ട്, മധുബാലയുണ്ട്. ഇവരെയൊക്കെ വീണ്ടും നമുക്ക് കാണാൻ ഉള്ള ഒരു അവസരം ഇന്ത്യൻ 2 യിലൂടെ
ശങ്കർ എന്ന ഡയറക്ടർ ഒരുക്കി എന്നുള്ളതാണ് ഒരു പോസിറ്റീവ്. രണ്ടാമത് DOP ഈസ് വിഷ്വലൈസിങ് ഈസ് വെരി ഗുഡാണ്, അടിപൊളിയായിട്ട് തന്നെ. അത് പിന്നെ പറയണ്ടല്ലോ, തമിഴ് സിനിമയൊക്കെ നമുക്കെപ്പോഴും നല്ല അടിപൊളി കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കാറ്. പിന്നൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് പാട്ട് എന്നറിയാതെ ഒരു പാട്ടുണ്ട്, പക്ഷേ പാട്ടിൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ വിഷ്വലൈസിങ് തന്നെയാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റാണ് ആ ഒരു സോങ്ങിലൂടെ ഈ സിനിമയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നൊരു പോസിറ്റീവ് റിവ്യൂ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു സിനിമ 2.25 മണിക്കൂർ സിനിമയിൽ അത് ഇന്ത്യൻ 2 സിനിമയാണെന്ന് എനിക്ക് തോന്നിയത് അവസാനത്തെ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെയാണ് എനിക്ക്. ബാക്കി ഏകദേശം 2 മണിക്കൂറോളം അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ പോസിറ്റീവ്നെസ്. കമലഹാസൻ എന്നുള്ള ഒരു പോസിറ്റീവ്. രണ്ടാമത് DOP ഈസ് വെരി ഗുഡ്. സോങ്ങുകൾ വളരെ ക്ലാരിറ്റി ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഒരു അരമണിക്കൂർ ഇന്ത്യൻ 2 എന്ന് തോന്നിപ്പിക്കുന്നു. ക്യാരക്ടറൊക്കെ ഇങ്ങനെ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് കമലഹാസനെ കാണാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഒക്കെ വരും. ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു സിനിമയുടെ പോസിറ്റീവ് റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ നെഗറ്റീവ് റിവ്യൂയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ആദ്യത്തെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഡയറക്ടർ ശങ്കറാണ്. ശങ്കർ ഒരിക്കലും ചെയ്യേണ്ട ഒരു സിനിമയല്ല ഇന്ത്യൻ 2. ഇന്ത്യൻ 1 എന്ന് പറയുന്നൊരു സിനിമ തമിഴ് അല്ലെങ്കിൽ ലോക പ്രേക്ഷകർക്ക് കൊടുത്ത ഒരു സംവിധായകൻ ഇന്ത്യൻ 2 എന്ന് പറയുന്നൊരു സിനിമ എടുക്കുമ്പോൾ ഒന്നുകിൽ ഇന്ത്യൻ 1ൻ്റെ മേലെ നിൽക്കണം, അല്ലെങ്കിൽ ഒപ്പം നിൽക്കണം. ഇത് എവിടെ നിന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടറാണ് ഇതിൻ്റെ ആദ്യത്തെ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു പരാജയം. ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പാടില്ലാത്ത ഒരു സബ്ജക്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇത്ര കാലത്തെ സിനിമ ഇൻഡസ്ട്രിയിൽ ശങ്കർ ഡയറക്റ്റ് ചെയ്ത എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരൊറ്റ സിനിമ അദ്ദേഹത്തിൻ്റെ വളരെ മോശമായിട്ടുള്ള ഗ്രാഫിലേക്ക് താഴ്ത്തിയ ഒരു സിനിമ കൂടിയാണ് ഇന്ത്യൻ 2. അതുതന്നെയാണ് ഈ സിനിമയുടെ ആദ്യത്തെ പരാജയം. സ്റ്റോറി എത്രയോ പറഞ്ഞുപോയ എത്രയോ സിനിമകൾ പറഞ്ഞുപോയ കഥയെ വീണ്ടും പിഴിഞ്ഞ് ഒരു പരുവത്തിലാക്കിയ ഒരു സിനിമ. അല്ലാതെ വേറൊന്നും ഒരു കഥയുമായോ ഒരു കഥയിലൂടെ പോലും പ്രേക്ഷകരെ ഇരുത്താൻ കഴിയാത്തൊരു സിനിമയായിരുന്നു. ടെക്നിക്കൽ പരമായിട്ടും ഇരുത്താൻ പറ്റാത്തൊരു സിനിമയായിരുന്നു. അതുതന്നെയാണ് ഇതിൻ്റെ രണ്ടാമത്തെ പരാജയം എന്ന് പറയുന്നത്. AI ക്യാമറയിലൂടെ നമുക്ക് നമ്മളെ ലെജൻഡുമാരെ കാണിച്ചു തന്നെങ്കിലും നമുക്കത് ഏതൊരു സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാം, പക്ഷേ ഒരിക്കലും ഒരു സിനിമാ പ്രേമിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് AI ക്യാമറയിലൂടെ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത്. അതും ഒരു പരാജയമാണ്. സിനിമയുടെ തുടക്കത്തിൽ നമുക്ക് സിനിമ കണ്ടു തുടങ്ങുമ്പോൾ അടിപൊളിയാണ് എന്ന് നമുക്ക് തോന്നിക്കും വിധമുള്ള മേക്കിംഗ് സ്റ്റാർട്ടപ്പിൽ ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് നൽകുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പടം വളരെ ലാഗാണ്, പരാജയമാണ്. ശങ്കർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ മനസ്സിൽ വെച്ച് കാണേണ്ട ഒരു സിനിമ പോലുമല്ല. സ്വാഭാവികമായിട്ടും കോടികൾ മുടക്കി ഇതേപോലെയുള്ള സിനിമ എടുക്കുമ്പോൾ ശങ്കറിനെ പോലെയുള്ള സംവിധായകന്മാർ ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ 100-1 കൊടുത്താൽ ഇതിനേക്കാൾ നന്നായി മേക്ക് ചെയ്യാവുന്ന ഒരുപാട് ടെക്നീഷ്യന്മാരും ഡയറക്ടേഴ്സും ഇന്നും പലയിടങ്ങളിൽ അലഞ്ഞു തിരിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സിനിമയൊക്കെ എടുക്കുമ്പോൾ ശങ്കറിനെ പോലെയുള്ള വലിയ സംവിധായകർ തീർച്ചയായും ശ്രദ്ധിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ സിനിമയെ ഇന്ത്യൻ 2 എന്ന സിനിമയെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഏകദേശം നമ്മുടെ കമൽഹാസൻ എന്ന് പറയുന്ന ആ കഥാപാത്രം, അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വഴിയില്ലാതെ ഒരു 1 മാൻ ഷോ സൈക്കിൾ കിട്ടുന്നുണ്ട്. ആ സൈക്കിൾ കിട്ടുന്ന മുതൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ക്ലൈമാക്സ് വരെ ഇന്ത്യൻ 2 ആണ് എന്ന് നമുക്ക്, അല്ലെങ്കിൽ ശങ്കറിൻ്റെ പടമാണെന്ന് തോന്നിപ്പോയി. ഏതൊരു പ്രേക്ഷകനും തോന്നുന്നത് 3 മണിക്കൂർ സിനിമ അവസാനത്തെ അരമണിക്കൂർ മാത്രമാണ് ശങ്കറിൻ്റെ സിനിമ. ബാക്കി 2.25 മണിക്കൂർ നമുക്ക് ഒരിക്കലും ശങ്കറിൻ്റെ സിനിമയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അത്രയ്ക്കും മോശമായിട്ടുള്ള മേക്കിംഗ്, അത്രയ്ക്കും മോശമായിട്ടുള്ള കഥ, അത്രയ്ക്കും മോശമായിട്ടുള്ള ഡിറക്ഷൻ, അത്രയ്ക്കും മോശമായിട്ടുള്ള അഭിനേതാക്കൾ, കമൽഹാസൻ ഒഴികെ. ഉലകനായകൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥയും തിരക്കഥയും സംവിധാനവുമായി ശങ്കർ സമീപിക്കുമ്പോൾ എത്രത്തോളം ഞാൻ ചെയ്തു വെച്ച ഇന്ത്യൻ 1, ഞാൻ ചെയ്തു വെച്ച കഥാപാത്രം, ഞാൻ ചെയ്തു വെച്ച സിനിമ അതിനേക്കാൾ മുകളിൽ നിൽക്കുമോ ഇന്ത്യൻ 2 എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ കഥക്കുള്ളിലേക്കും ഗൗരവത്തിലേക്കും ഒന്ന് പോകേണ്ടിയിരുന്നു കമൽഹാസൻ. ആ ഒരു തെറ്റ് കമൽഹാസൻ എവിടെ പറ്റിയിരിക്കുന്നു. മകൻ അഭിനയിച്ച തൊട്ടു മുമ്പ് ഇറങ്ങിയ കൽക്കി എന്ന സിനിമയിൽ
വെറും 1 മിനിറ്റ് നമുക്ക് വിസ്മയിപ്പിച്ച താരമാണ് ഉലകനായകൻ. അതിനു മുമ്പ് വിക്രമിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച താരമാണ് കമൽഹാസൻ. ആ ഒരു ഇഷ്ക് വെച്ച് നമ്മൾ ഈ സിനിമയെ സമീപിക്കുമ്പോൾ കമൽഹാസൻ എന്ന് പറയുന്ന ഉലകനായകൻ്റെ പ്രകടനം കാണാൻ വേണ്ടി, ഇന്ത്യൻ താത്തയെ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് അടിച്ചു കയറുന്ന പ്രേക്ഷകർക്ക് വളരെ മോശമായിട്ടുള്ള കാഴ്ചപ്പാടാണ് കാണാൻ കഴിയുന്നത്. ഒരിക്കൽ കൂടി ശങ്കർ എന്ന് പറയുന്ന സംവിധായകനെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് എത്രയോ വിലപ്പെട്ട സിനിമകളാണ്. എത്രയോ ലെജൻഡുകൾ അഭിനയിച്ച സിനിമയുടെ സംവിധായകനായതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ വിസ്മയിപ്പിക്കുന്ന സിനിമകളാണ്. പക്ഷേ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമായ സിനിമയും. ഇനിയും നിങ്ങളുടെ സിനിമയെ ശങ്കർ എന്ന് പറയുന്നൊരു സിഗ്നേച്ചറിൽ കൂടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്ത് പ്രേക്ഷകരെ പറ്റിക്കാതിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒറ്റവാക്കിൽ ഇന്ത്യൻ 2 എന്ന സിനിമയിൽ പോസിറ്റീവായിട്ട് പറയാൻ ഒരേ ഒരു പേര് മാത്രമാണുള്ളത്, ഉലകനായകൻ കമൽഹാസൻ. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും ശങ്കർ എന്ന് പറയുന്ന സംവിധായകൻ ഇന്ത്യൻ 3 ട്രെയിലർ കാണിച്ചു തന്നിരിക്കുന്നു. നമുക്ക് പശു കരയുന്നു ബാക്ക്ഗ്രൗണ്ടിൽ ശങ്കർ എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചു വെച്ചിട്ടും ഇദ്ദേഹം ഇന്ത്യൻ 3 കൊണ്ടുവരാനുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, സമ്മതിച്ചിരിക്കുന്നു മിസ്റ്റർ ശങ്കർ. ശങ്കർ എന്ന സംവിധായകൻ്റെ ഐ എന്ന സിനിമയും ഇന്ത്യൻ 1 സിനിമ, അദ്ദേഹത്തിൻ്റെ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളായിട്ടുള്ള മറ്റ് സിനിമകളൊക്കെ കണ്ടു വളർന്ന നമ്മൾ, അദ്ദേഹം നമുക്ക് ശങ്കർ തന്ന ഇന്ത്യൻ 2 വളരെ മോശമായി പോയി എന്നൊരു തിരിച്ചറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശങ്കർജി, നിങ്ങൾ ഇന്ത്യൻ 3 എന്ന് പറയുന്ന സിനിമ ട്രെയിലർ നിങ്ങൾ പ്രേക്ഷകർക്ക് കാണിച്ചെങ്കിൽ ഒരിക്കലും ഇന്ത്യൻ 3 നിങ്ങൾ ചെയ്യരുത്. അതിനുവേണ്ടി ഒരു പ്രേക്ഷകനും കാത്തിരിക്കുന്നില്ല.